ഏറ്റുമാനൂർ തെള്ളകത്തെ സിവിൽ പോലീസ് ഓഫീസർ ശ്യാം പ്രസാദിന്റെ കൊലപാതകം കേരളം ഞെട്ടലോടെയാണ് അറിഞ്ഞത്. തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ വഴിയരികിലെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട കർമ്മനിരതനായ ആ പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ ജീവൻ തന്നെ നൽകേണ്ടി വന്നു. വഴിയരികിലെ പെട്ടിക്കടയിൽ പ്രശ്നമുണ്ടാക്കിയ സ്ഥിരം കുറ്റവാളിയായ ജിബിൻ ജോർജ് എന്ന കുപ്രസിദ്ധ ഗുണ്ടയാണ് ശ്യാം പ്രസാദിന്റെ ജീവനെടുത്തത്. സംഭവ സ്ഥലത്ത് വെച്ച് ആ ഗുണ്ട പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യുകയും അദ്ദേഹം നിലത്ത് വീണപ്പോൾ നിരവധി തവണ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. ആവർത്തിച്ചുള്ള ചവിട്ടേറ്റ ആ പാവം പോലീസ് ഉദ്യോഗസ്ഥന്റെ വാരിയെല്ലുകൾ തകർന്ന് വഴിയരികിൽ അവശനായി കിടന്നപ്പോൾ അതുവഴി വന്ന പോലീസ് പട്രോളിംഗ് സംഘമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് ആ പോലീസ് ഓഫീസറുടെ മരണം സംഭവിച്ചു. കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ അടുത്ത കാലത്ത് കാണുന്നത്. ദിവസവും ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയെങ്കിലും മലയാളി മാധ്യമങ്ങളിലൂടെ അറിയും. പാലക്കാട് നെന്മാറയിൽ കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഇരട്ട കൊലപാതകം ചെയ്ത് നാടിനെ വിറപ്പിച്ചിട്ട് അധികം നാളായിട്ടില്ല. എറണാകുളത്ത് ചോറ്റാനിക്കരയിൽ പോക്സോ കേസിലെ അതിജീവിതയെ ആൺ സുഹൃത്ത് അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ വാർത്തയും മലയാളികൾ ഞെട്ടലോടെയും നിസ്സംഗതയോടെയും മാധ്യമങ്ങളിൽ കണ്ടും കേട്ടും വായിച്ചും മറന്നു. അതിന്റെ ഞെട്ടൽ തീരും മുൻപേ തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുള്ള ബാലികയെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തി. ഇപ്പോഴിതാ ഒരു നിയമപാലകനെ തന്നെ ഒരു കൊടും ക്രിമിനൽ അതിക്രൂരമായി പരസ്യമായി റോഡരികിൽ കൊലപ്പെടുത്തി നിയമവാഴ്ചയെ തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിയമവും പോലീസും കോടതിയും സർക്കാരും ജനങ്ങളും മാധ്യമങ്ങളും ഒന്നും തന്നെ തങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന അഹങ്കാരത്തോടെ പൊതുജനങ്ങളെ വെല്ലുവിളിച്ച് അഹങ്കരിക്കുന്ന ഗുണ്ടകളും മറ്റ് ക്രിമിനലുകളും ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത്തരം ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ, മത, ബിസിനസ്, ഔദ്യോഗിക രംഗങ്ങളിലുള്ളവരുമായും അടുത്ത ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളാണ് ഇവർക്ക് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായകമാവുന്നത്. ഏത് ഗുരുതര കുറ്റം ചെയ്താലും ഇവർക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നു, ശിക്ഷ ഇളവുകൾ ലഭിക്കുന്നു. ഇവർ പുറത്തിറങ്ങി തങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞവരെയും ഭീഷണിപ്പെടുത്തുകയും വകവരുത്തുകയും ചെയ്യുന്നു. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഭയമാണ്, മറ്റൊരു വിഭാഗം ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഒരു ചെറിയ ശതമാനം ഉദ്യോഗസ്ഥരാണ് നിർഭയമായും നിഷ്പക്ഷമായും നടപടികൾ കൈക്കൊള്ളാൻ ധൈര്യപ്പെടുന്നത്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ പട്ടാപ്പകൽ നഗരമധ്യത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്താനും ഈ കൊടും ക്രിമിനലുകൾക്ക് മടിയില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ നമ്മുടെ പോലീസിന് അവരുടെ ജീവൻ രക്ഷയ്ക്കായി കൈത്തോക്കും മറ്റായുധങ്ങളും നൽകണം. ഒപ്പം അത് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള പരിശീലനവും. വെറും ലാത്തിയും ഷീൽഡും കൊണ്ട് ക്രമസമാധാന പരിപാലനം ഇക്കാലത്ത് സാധ്യമല്ല. ആക്രമണ സ്വഭാവമുള്ള ക്രിമിനലുകളെ ഏറ്റുമുട്ടലിലൂടെ അഥവാ എൻകൗണ്ടറിലൂടെ വകവരുത്തുന്ന പോലീസ് നടപടി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും പോലീസ് ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും അത്തരം എൻകൗണ്ടർ നടപടികൾ കൊടും ക്രിമിനലുകൾക്കെതിരെ നടത്താറുണ്ട്. ആക്രമണകാരികളെ നിർവീര്യമാക്കാനുള്ള പെപ്പർ സ്പ്രേ, ഷോക്ക് ടേസർ ഗൺ, റബ്ബർ ബുള്ളറ്റ്, ബോഡി ക്യാമറ, നൈറ്റ് സ്റ്റിക്ക്, വോക്കി ടോക്കി തുടങ്ങിയ ഉപകരണങ്ങളും പോലീസ് യൂണിഫോമിന്റെ ഭാഗമാക്കണം. പോലീസ് വാഹനങ്ങളിൽ പുഷ് ബമ്പർ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തണം. പൊതുജനങ്ങളും പോലീസിനൊപ്പം സഹകരിക്കണം. കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി പോലീസിന് വാട്സാപ്പ് പോലുള്ള സംവിധാനം വഴി അറിയിക്കാൻ സാധിക്കും. പോൾ ആപ്പ് കേരള പോലീസ് വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. പക്ഷെ അത് ഫലപ്രദമായി ജനങ്ങൾ ഉപയോഗിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ അഴിമതിയും ഗുണ്ട രാഷ്ട്രീയ ബന്ധങ്ങളും ജനങ്ങൾക്ക് പോലീസ് സേനയിലുള്ള വിശ്വാസം ഇല്ലാതാക്കുന്നു. പല സംഭവങ്ങളും പോലീസിൽ അറിയിക്കാൻ ജനങ്ങൾ മടിക്കുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പരുഷമായ പെരുമാറ്റവും ജനങ്ങളെ പോലീസിനെ ഭയത്തോടെയും വെറുപ്പോടെയും സംശയ ദൃഷ്ടിയോടെയും കാണാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വെറും ഒരു ചെറിയ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ മേൽപ്പറഞ്ഞ രീതിയിലുള്ളൂ എന്ന വസ്തുത മനസ്സിലാക്കി നല്ലവരായ, സത്യസന്ധരും സേവന തൽപരരുമായ സേനയിലെ മറ്റു ഉദ്യോഗസ്ഥരെയും അങ്ങനെ കാണാൻ പാടില്ല. ജനങ്ങളുടെ സഹകരണമില്ലാതെ ക്രമസമാധാന പരിപാലനം സാധ്യമല്ല. ക്രിമിനലുകൾക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടിയെടുക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥരും കോടതികളും തയ്യാറാവണം. സ്ഥിരം കുറ്റവാളികൾക്ക് ജാമ്യം നൽകരുത്. അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുക, അവർക്ക് സംരക്ഷണം നൽകുന്നവരെ ഒറ്റപ്പെടുത്തുക, അവരുടെ ബലം ക്ഷയിപ്പിക്കുക. അത്തരം പ്രവൃത്തികൾ തെറ്റാണെന്ന് മാധ്യമങ്ങളിലൂടെ നമ്മുടെ യുവതലമുറയെ ബോധവാന്മാരാക്കുക. മദ്യം, മയക്കുമരുന്ന്, അനാശാസ്യം, മണൽ മാഫിയ, ഭൂമാഫിയ, പലിശ മാഫിയ തുടങ്ങിയ സാമൂഹിക വിരുദ്ധരെ നിയമ നടപടികളിലൂടെ തോൽപ്പിക്കുക. കഴിയുന്നവരെ പുനരധിവസിപ്പിക്കുക. തിരുത്താൻ തയ്യാറാകാത്തവരെ ജീവിതാവസാനം വരെ ജയിലിൽ അടയ്ക്കുക. ഇത് നടപ്പിലാക്കാൻ ശക്തമായ സർക്കാർ നടപടി കേരളത്തിൽ അത്യാവശ്യമാണ്.